വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1809 മുതൽ 1851 വരെയാകുന്നു. അതായത് 42 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. കന്യാകുമാരിയിലെ നാഗർകോവിലടുത്ത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്ത് 1809 വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പേര്, വൈകുണ്ഠസ്വാമികളുടെ ആദ്യ പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. പിന്നീട് മുത്തുക്കുട്ടി എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിക്കുകയും അതിനുശേഷം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്തുള്ള തിരുച്ചെന്തൂർ എന്ന സ്ഥലത്ത് വെച്ച് മുത്തുക്കുട്ടി എന്ന പേരിൽ നിന്നും വൈകുണ്ഠർ എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. 1822 മുതൽ 1859 വരെ നീണ്ടുനിന്ന ചാന്നാർ ലഹളയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, മേൽമുണ്ട് സമരം. 1822 മുതൽ 1859 വരെ നീണ്ടുനിന്ന ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ ആണ്. 1836 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഊഴിയ വേലയ്ക്കെതിരെ, അതായത് നിർബന്ധിത വേലയ്ക്കെതിരെ സമരം നയിച്ചതും വൈകുണ്ഠസ്വാമികൾ ആണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാകുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. എല്ലാ ജാതി മതത്തിലും പെട്ടവർക്ക് വെള്ളം കുടിക്കുവാനുള്ള മുന്തിരിക്കിണർ, സ്വാമിക്കിണർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കിണർ സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമായി സ്വയം പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷുകാരെ വൈറ്റ് ഡെവിൾസ് എന്ന് വിളിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, നീതി ഒന്ന് എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികളാകുന്നു. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം മരുത്താമലയാകുന്നു. മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തുകയും അതുപോലെ ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത കേരള നവോത്ഥാന നായകനാകുന്നു വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു. സാമൂഹ്യനീതിയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനും ചിട്ടയോടുകൂടി ജീവിതം നയിക്കുന്നതിനുമുള്ള പരിശീലനം നൽകുവാനും വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച കൂട്ടായ്മയാകുന്നു തൂവൽപന്തി കൂട്ടായ്മ. അതുപോലെ വൈകുണ്ഠസ്വാമികളുടെ ഐഡിയോളജിയാകുന്നു അയ്യാവഴി. അയ്യാവഴിയുടെ ചിഹ്നം താമരയും തീനാളവുമാകുന്നു. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെടുന്നു. 1833 വൈകുണ്ഠസ്വാമികൾ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് ഐത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പ്രതിഷേധിച്ചു. 1837 സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പിൽ പാർപ്പിച്ചു. ഈ സമയത്താണ് വൈകുണ്ഠസ്വാമികളെ ജയിൽ വാർഡനായിരുന്ന തൈക്കാട് അയ്യ പരിചയപ്പെടുന്നത്. അങ്ങനെ തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായി മാറുകയും വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് സ്വാതി തിരുനാളിനോട് പറയുകയും സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമികളെ ആദരിക്കുകയും ഉണ്ടായി. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാകുന്നു തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ ശിഷ്യരാകുന്നു ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയവർ. അതുകൊണ്ട് തന്നെ തൈക്കാട് അയ്യയെ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നു. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യയുടെ ഗുരുവാകുന്നു വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട 2 കൃതികളാകുന്നു അഖിലത്തിരട്ട്, അരുൾനൂൽ തുടങ്ങിയവ. തൈക്കാട് അയ്യ 1814 മുതൽ 1909 വരെയാകുന്നു തൈക്കാട് അയ്യയുടെ ജീവിത കാലഘട്ടം. അതായത് 95 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. 1814 തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ജില്ലയിലെ നക്കലപുരം എന്ന സ്ഥലത്ത് വെള്ളള സമുദായത്തിലാണ് തൈക്കാട് അയ്യ ഗുരു ജനിച്ചത്. അന്ന് നക്കലപുരം, അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ നക്കലപുരം എന്ന് പറയുന്ന സ്ഥലം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. തൈക്കാട് അയ്യ ഗുരുവിന്റെ ആദ്യകാല നാമമാകുന്നു സുബ്രായൻ എന്നായിരുന്നു തൈക്കാട് അയ്യ ഗുരുവിന്റെ ആദ്യകാല നാമം. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു സോഷ്യൽ റീഫോർമർ കൂടിയാകുന്നു തൈക്കാട് അയ്യ ഗുരു. മദ്രാസിലെ അഷ്ടപ്രധാൻ സഭയിലെ അംഗമായിരുന്നു തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ഗുരുവിനെ സൂപ്രണ്ട് അയ്യ എന്നും ശിവരാജ് യോഗി അയ്യ സ്വാമികളെന്നും ആളുകൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നു. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതിതൻ, ഒരേ ഒരു മതംധൻ, ഒരേ ഒരു കടവുൾധൻ എന്ന് പറഞ്ഞത് തൈക്കാട് അയ്യ ഗുരുവാകുന്നു. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയായ പന്തി ഭോജനം നടപ്പിലാക്കിയത് തൈക്കാട് അയ്യ ഗുരുവാകുന്നു. തിരുവനന്തപുരം പേട്ടയിലെ ജ്ഞാനപ്രകാശക സഭ, അതുപോലെ ശൈവപ്രകാശക സഭ എന്നിവ തൈക്കാട് അയ്യ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൈക്കാട് അയ്യ ഗുരുവിനെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നു. കാരണം ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി എന്നിവരുടെ ഗുരുവാകുന്നു തൈക്കാട് അയ്യ ഗുരു. ഈ തൈക്കാട് അയ്യ ഗുരുവിന്റെ, അതായത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യ ഗുരുവിന്റെ ഗുരുവാകുന്നു വൈകുണ്ഠസ്വാമികൾ. തൈക്കാട് അയ്യ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാകുന്നു എന്റെ കാശിയാത്ര, രാമായണം പാട്ട്, പഴനി വൈഭവം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ എന്നാകുന്നു. ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാകുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവിത കാലഘട്ടം 1852 മുതൽ 1929 വരെയാകുന്നു. അതായത് 77 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയെ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു. മനസ്സാണ് ദൈവം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ആലത്തൂർ സ്വാമികളെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. കാരണം 1907 പാലക്കാട്ടെ ആലത്തൂരിലെ വാനൂരിൽ ഇദ്ദേഹത്തിന് ഒരു സിദ്ധാശ്രമം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ ആലത്തൂർ സ്വാമികളെന്നും അറിയപ്പെടുന്നു. സന്യാസിമാരെ ഉദരനിമിത്തം എന്ന് കളിയാക്കി വിളിച്ചു. ഉദരനിമിത്തം എന്ന് പറഞ്ഞാൽ വയറിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി എന്നാകുന്നതിന്റെ മീനിങ്. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമാകുന്നു ആനന്ദ മഹാസഭ. 1918 ആനന്ദ മഹാസഭയ്ക്ക് ബ്രഹ്മാനന്ദ ശിവയോഗി രൂപം നൽകുന്നത്. ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയായിരുന്നു. ആദ്യ സെക്രട്ടറി രാമപണിക്കരുമായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കാലശേഷം ആശ്രമത്തെ നയിച്ചത് നിർമ്മലാനന്ദഗിരിയാകുന്നു.
ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമായ ആനന്ദ മഹാസഭയുടെ ഐഡിയോളജീസ് താഴെ പറയുന്നു. ഹിന്ദു മതത്തിലെ അനാവശ്യമായ ആചാരങ്ങൾ ഒഴിവാക്കുക, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാതിരിക്കുക, മാംസാഹാരം ഒഴിവാക്കുക, ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭയുടെ ഐഡിയോളജീസ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകത്തിന്റെ പേരാകുന്നു സിദ്ധാനുഭൂതി. സാരഗ്രഹി എന്ന പേരിൽ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുമുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകമാകുന്നു സിദ്ധാനുഭൂതി. സാരഗ്രഹി എന്ന പേരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു പ്രസിദ്ധീകരണവും ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളുടെ പേരെന്ന് വായിക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മറ്റു പുസ്തകങ്ങളുടെ പേരെന്ന് വായിക്കാം: ആനന്ദ കുമ്മി, ആനന്ദ വിമാനം, ആനന്ദ ദർശനം, ആനന്ദഗണം, ആനന്ദ സൂത്രം, ശിവയോഗ രഹസ്യം, സ്ത്രീ വിദ്യാപോഷിണി, മോക്ഷപ്രദീപം, വിഗ്രഹാരാധന ഗന്ധനം എന്നിവയാകുന്നു അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ. ആഗമാനന്ദ സ്വാമി 1896 to 1961. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 65 years. ആഗമാനന്ദ സ്വാമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു ആഗമാനന്ദ സ്വാമി. കേരള വിവേകാനന്ദൻ, കേരളത്തിലെ രാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ ആഗമാനന്ദ സ്വാമി 1896 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിക്കുന്നത്. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യകാല നാമമായിരുന്നു കൃഷ്ണൻ നമ്പ്യാതിരി. ഇദ്ദേഹം സന്യാസം സ്വീകരിച്ചത് സ്വാമി നിർമ്മലാനന്ദയിൽ നിന്നുമാകുന്നു. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യ ആശ്രമം തൃശൂർ ജില്ലയിലെ പുതുക്കാടാകുന്നു. ആഗമാനന്ദ സ്വാമിയുടെ പ്രധാന സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 1936 കാലടിയിൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം, അതുപോലെ കാലടിയിലെ ബ്രഹ്മാനന്ദോദയം സംസ്കൃതം സ്കൂൾ, മാത്രമല്ല 1954 കാലടിയിൽ സ്ഥാപിച്ച ശ്രീ ശങ്കര കോളേജും, അതുപോലെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം എന്ന ഓർഗനൈസേഷന് രൂപം നൽകിയതും ആഗമാനന്ദ സ്വാമിയാകുന്നു. അതുപോലെ ആഗമാനന്ദ സ്വാമിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാകുന്നു വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം തുടങ്ങിയവ. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാഗസീനുകളാകുന്നു പ്രബുദ്ധ കേരളം, അമൃതവാണി തുടങ്ങിയവ. ആഗമാനന്ദ സ്വാമിയുടെ പ്രസംഗ ശേഖരത്തെ വീരവാണി എന്നറിയപ്പെടുന്നു. ഒരു കാര്യം മാറിപ്പോകരുത്, കാലടിയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനാകുന്നു ആഗമാനന്ദ സ്വാമി. എന്നാൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാകുന്നു. ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവും കാലടിയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമിയുമാകുന്നു. അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ശുഭാനന്ദ ഗുരുദേവൻ 1880 to 1950. ശുഭാനന്ദ ഗുരുദേവൻ എന്ന കേരള നവോത്ഥാന നായകനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത് 3 ഫാക്റ്റുകൾ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു ആത്മബോധോദയ സംഘം എന്ന അസോസിയേഷൻ രൂപീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാകുന്നു. ആത്മബോധോദയ സംഘം എന്ന അസോസിയേഷൻ രൂപീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാകുന്നു. അതിന്റെ വർഷം 1932. രണ്ടാമത്തെ ഫാക്റ്റ് ആകുന്നു ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാല നാമമാകുന്നു പാപ്പൻകുട്ടി. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് 1934 മഹാത്മാഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ മാവേലിക്കരയിൽ വെച്ച് മഹാത്മാഗാന്ധിജിയെ സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ ആയിരുന്നു. മാവേലിക്കര എന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്നൊരു പ്രദേശമാകുന്നു. 5 പ്രാവശ്യമാണ് മഹാത്മാഗാന്ധിജി കേരളം വിസിറ്റ് ചെയ്തത്. ഓക്കെ, മഹാത്മാഗാന്ധി വിസിറ്റഡ് കേരള 5 times ഡ്യൂറിംഗ് ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ദ ഇയേഴ്സ് ഓഫ് ഹിസ് വിസിറ്റ് വെയർ അതൊക്കെയാണെന്ന് പറയാം: 1920, 1925, 1927, 1934 ആൻഡ് 1937. ഇതിൽ 1934 ആലപ്പുഴയിലെ മാവേലിക്കരയിൽ മഹാത്മാഗാന്ധിജി വന്നപ്പോൾ അവിടെ ഗാന്ധിജിയെ സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ ആയിരുന്നു. ആനന്ദ തീർത്ഥൻ 1905 to 1987. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യനാകുന്നു ആനന്ദ തീർത്ഥൻ. ഇദ്ദേഹത്തിന്റെ ആദ്യകാല നാമമായിരുന്നു ആനന്ദ ഷേണായി. ആനന്ദ തീർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിശ്ര വിവാഹവും മിശ്ര ഭോജനവും പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകനാകുന്നു ആനന്ദ തീർത്ഥൻ. 1931 കോഴിക്കോട് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചതും 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചതും ആനന്ദ തീർത്ഥനാകുന്നു. ജാതി നശിപ്പിക്കൽ നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യം ആനന്ദ തീർത്ഥന്റേതാകുന്നു. 1978 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശനം ആവശ്യപ്പെട്ട് നടത്തിയ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആനന്ദ തീർത്ഥനാകുന്നു. അതുപോലെ 1982 ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആനന്ദ തീർത്ഥനായിരുന്നു. ശ്രീനാരായണ ഗുരു 1856 to 1928. He had a lifespan of 72 years. ശ്രീനാരായണ ഗുരു എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാകുന്നു കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന കേരള റിനൈസൻസ് ലീഡറാകുന്നു ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവാകുന്നു ശ്രീനാരായണ ഗുരു. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ പിതാവ് മാടൻ ആശാന്റെയും മാതാവ് കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പേരാകുന്നു നാരായണൻ. അദ്ദേഹത്തിന്റെ ഓമന പേരാകുന്നു നാണു. ശ്രീനാരായണ ഗുരുവിന്റെ അനുജത്തിമാരാകുന്നു കൊച്ചു, തേവി, മാത. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ മരുത്വാമലയിൽ നിന്നുമാണ്. തിരുവനന്തപുരം ജില്ലയിലെ മരുത്വാമലയിൽ നിന്നുമാണ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിക്കുന്നത്. സാമൂഹിക പരിഷ്കരണങ്ങളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു 1888 മെയ് 3 നടന്ന അരുവിപ്പുറം പ്രതിഷ്ഠ, അതായത് അരുവിപ്പുറം വിപ്ലവം.
1888 ശ്രീനാരായണ ഗുരുവിന്റെ 32-ാം വയസ്സിലാണ് അരുവിപ്പുറം വിപ്ലവം നടക്കുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്താണെന്ന് പറഞ്ഞുതരാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിന്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് വർഷം 1888 ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠയാകുന്നു അരുവിപ്പുറം വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് അരുവിപ്പുറത്ത് കൊത്തിവച്ചിരിക്കുന്ന ആപ്തവാക്യമാകുന്നു. ശ്രീനാരായണ ഗുരു ആദ്യമായി കുമാരനാശാനെ മീറ്റ് ചെയ്യുന്നത് 1891 ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP രൂപീകരിക്കുന്നത് 1903 മെയ് 15 SNDP രൂപീകരിക്കുവാനായി ശ്രീനാരായണ ഗുരുവിനോട് നിർദ്ദേശിക്കുന്നത് ഡോക്ടർ പൽപു ആകുന്നു. SNDP രൂപീകരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആയിരുന്നു. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവും സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആദ്യ യോഗം നടന്നത് തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറത്താകുന്നു. എന്നാൽ SNDPയുടെ ആസ്ഥാനം കൊല്ലത്താകുന്നു. SNDPയുടെ ആദ്യ യോഗം നടക്കുന്നത് 1903 മെയ് 15 ആദ്യ യോഗം നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറത്താകുന്നു. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താകുന്നു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാകുന്നു വാവൂട്ട് യോഗം. ഈ വാവൂട്ട് യോഗമാണ് പിന്നീട് SNDP എന്ന സംഘടനയായി മാറിയത്. SNDP രൂപീകരിക്കുവാൻ ഗുരുവിനോട് നിർദ്ദേശിച്ചത് ഡോക്ടർ പൽപു ആയിരുന്നു. SNDPയുടെ ആദ്യ യോഗം നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറത്താകുന്നു. SNDPയുടെ അന്നത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം. 1904 SNDPയുടെ മുഖപത്രമായ വിവേകോദയം പബ്ലിഷ് ചെയ്യുന്നത്. SNDPയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷനായ വിവേകോദയം പ്രസിദ്ധീകരിക്കുന്നത് 1904 വിവേകോദയത്തിന്റെ പത്രാധിപരായിരുന്നു, അതായത് വിവേകോദയം എന്ന SNDPയുടെ മുഖപത്രത്തിന്റെ എഡിറ്ററായിരുന്നു കുമാരനാശാനും M. ഗോവിന്ദനും. 1913 ശ്രീനാരായണ ഗുരുവിന്റെ ആലുവയിലുള്ള അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ച വർഷമാകുന്നു 1916. 1916 ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിക്കുന്നത്. ശ്രീനാരായണ ഗുരു സന്ദർശനം നടത്തിയ ഏക വിദേശ രാജ്യമാകുന്നു ശ്രീലങ്ക. 1918 ആദ്യമായി ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശനം നടത്തി. അതിനുശേഷം 1926 വീണ്ടും ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യങ്ങളായിരുന്നു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകുക തുടങ്ങിയവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു "മനുഷ്യത്വമാണ് വേണ്ടത്". ശ്രീനാരായണ ഗുരുവിന്റെ കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബെസന്റ് ആയിരുന്നു. ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും മീറ്റ് ചെയ്യുന്ന വർഷം 1922 ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ ടാഗോർ മീറ്റ് ചെയ്യുന്ന സമയത്ത് രവീന്ദ്രനാഥ ടാഗോറിനൊപ്പം CF ആൻഡ്രൂസും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിലുള്ള കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി അന്ന് നിന്നത് കുമാരനാശാൻ ആയിരുന്നു. ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CF ആൻഡ്രൂസ് പറഞ്ഞ വാക്കുകളാകുന്നു "ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശ്രീനാരായണ ഗുരുവാകുന്നു". അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്ന വർഷം 1907 ശ്രീനാരായണ ഗുരുവിന്റെ ശാരദാ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായ വർഷം 1912 1925 അതായത് 1925 മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് കുമാരനാശാൻ ആയിരുന്നില്ല. കാരണം 1924 കുമാരനാശാൻ മരണപ്പെട്ടിരുന്നു. 1925 മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഈ സമയത്ത് അവരുടെ കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് N. കുമാരൻ ആയിരുന്നു. 1925 മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് N. കുമാരൻ ആയിരുന്നു. ഈ സമയത്ത് മഹാത്മാഗാന്ധിജിക്കൊപ്പം C. രാജഗോപാലാചാര്യയും മഹാദേവ ദേശായിയും ഉണ്ടായിരുന്നു. 1924 ആലുവയിൽ നടന്ന സർവ്വമത സമ്മേളനം ഇത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1924 ആലുവ സർവ്വമത സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ കവാടത്തിൽ എഴുതിയ വാക്കുകളാകുന്നു "വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും" എന്ന് കവാടത്തിൽ എഴുതി. 1924 നടന്ന ആലുവ സർവ്വമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവ അയ്യരാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ 2 ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തനും കൊട്ടുകോയ്ക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞു തരാം. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ശ്രദ്ധിക്കുക, ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ്, ക്ഷേത്രമല്ല. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഓക്കെ. വേമ്പനാട്ടു കായലിന്റെ കിഴക്കേ കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1923 ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സമ്മേളനത്തിൽ അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി. പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് T. K. മാധവൻ ആയിരുന്നു.
ഇതിന്റെ ഭാഗമായി 1924 ജാനുവരി 24 എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ കെ വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഐക്യത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം. കാലങ്ങളായുള്ള ഐക്യോച്ചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1800കളിൽ തുടങ്ങിയ ഐക്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1924 മാർച്ച് 30 തുടങ്ങിയ ഈ സമരം 63 ദിവസമാണ് നീണ്ടുനിന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ടി കെ മാധവൻ. 1924 മാർച്ച് 30 ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി, അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. 63 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു. അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി സേതുലക്ഷ്മിബായി ചുമതലയേറ്റു. റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണ ചുമതലയേൽക്കുന്ന ആളാകുന്നു റീജന്റ്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ, ശ്രദ്ധിക്കണം, സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. ഒരിക്കൽ കൂടി പറയാം, വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോയിലിൽ സമരം നടത്തിയത് ME നായിഡു ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ഭാവെ. തമിഴ്നാട്ടിൽ നിന്നും EV രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു. ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ, അതായത് 1924 മാർച്ച് 30 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു പോകുന്ന ആദ്യത്തെ 3 സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാൽ സിംഗ്, കൃപാൽ സിംഗ്. അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിഖ് മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേതരായവരിൽ, അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ബജയമാതരം മാത്തുണ്ണി, അബ്ദുറഹ്മാൻ സാഹിബ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ്, C രാജഗോപാലാചാരി, അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1806 നടന്ന ദളവാകുളം സംഭവം എന്താണെന്ന് നോക്കാം. 1924 വൈക്കം സത്യാഗ്രഹത്തിന് വഴിവെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം 1806 ആ നാട്ടിലെ 200ഓളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ പനിച്ചിക്കൽ കാവിലേക്ക് സമാധാനപൂർവമായ ഒരു ജാഥ നടത്തി. ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാഥയിൽ പങ്കെടുത്ത 200-ലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്ക് ഇട്ടുമൂടി. ഈ സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ദളവാകുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു. ഈ ഒരു കുളം, അതായത് ഈ ഒരു ദളവാകുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദളവാകുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളുടെ എല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ. 603 ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട്. ഇവിടെ ഗുരു ഉദ്ദേശിക്കുന്നത് അവർ മനുഷ്യജാതിയിൽപ്പെട്ടവരായതുകൊണ്ട്, അവരുടെ ജാതി ഒന്നായതുകൊണ്ട്, അവർ മനുഷ്യർ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. പന്തിഭോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ അതുപോലെ അവർ അന്യോന്യം വിവാഹം കഴിക്കുന്നതിനോ യാതൊരു ദോഷവുമില്ല എന്നുകൂടി ഗുരു പറഞ്ഞിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശിവഗിരി ആശ്രമത്തിൽ വെച്ച് സമാധിയായി. ശ്രീനാരായണ ഗുരു തന്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ സ്വാമികളെയായിരുന്നു. ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാകുന്നു വേലായുധൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യനാകുന്നു ശിവലിംഗ രാസസ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനാകുന്നു ഏനസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാകുന്നു ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയാകുന്നു ദർശനമാല.
അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു കൃതികളാകുന്നു ദൈവദശകം, ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, മുനിചരി പഞ്ചകം തുടങ്ങിയവ. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാകുന്നു ബ്രഹ്മശ്രീ നാരായണ ഗുരു സ്വാമികളുടെ ജീവചരിത്ര സംഗ്രഹം. അതുപോലെ സുകുമാർ അഴീക്കോട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാകുന്നു ഗുരുവിന്റെ ദുഃഖം. അതുപോലെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പേരിൽ പി പരമേശ്വരൻ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എം കെ സാനു എഴുതിയ ഒരു കൃതിയാകുന്നു നാരായണ ഗുരുസ്വാമി. ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രണ്ടാം ശ്രീബുദ്ധൻ എന്നാകുന്നു.